കായംകുളത്ത് UDFന്റെ പ്രചരണ വാഹനം ആക്രമിച്ചതായി പരാതി. എം ലിജുവിന്റെ പ്രചാരണ വാഹനമാണ് തല്ലി തകർത്തത്. പോറ്റിയെ കയറ്റിയെ പാട്ടുവെച്ചതിനാണ് അക്രമമെന്ന് UDF പ്രവർത്തകർ ആരോപിച്ചു. CPIM DYFI പ്രവർത്തകരാണ് പിന്നിലെന്നാണ് ആരോപണം. കൊട്ടിക്കലാശത്തിനിടെ എം ലിജുവിന്റെ വാഹനത്തിൽ പോറ്റിയെ കയറ്റിയെ പാട്ടുവെച്ചിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായത്. വാഹനത്തിലെ ചില്ലുകൾ ഒരു വിഭാഗം ആളുകൾ തല്ലി തകർത്തു. നിലവിൽ പ്രശ്നം പരിഹരിച്ചെങ്കിലും പോലീസിൽ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. കൊല്ലത്ത് കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ UDF പ്രവർത്തകരുടെ കാറിടിച്ച് കായിക താരങ്ങൾക്ക് പരിക്ക്. ലിങ്ക് റോഡിലാണ് അപകടം. ഹോക്കി താരങ്ങളായ പെൺകുട്ടികൾക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കൈവരി തകർന്ന പെൺകുട്ടികൾ കായലിലേക്ക് വീണു. സമീപത്തെ കടയിൽ നിന്ന് 2 യുവാക്കളാണ് പെൺകുട്ടികളെ കരയ്ക്ക് കയറ്റിയത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പരിക്കേറ്റ പെൺകുട്ടികളെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ധനലക്ഷ്മി, ചിന്നു, ലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. കോഴിക്കോട് ആകാശവാണിക്ക് വ്യാജ ബോംബ് ഭീഷണി. ഡയറക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് അജ്ഞാത സന്ദേശം എത്തിയത്. FM സ്റ്റുഡിയോയിൽ വിഷവാതകം വമിക്കുന്ന ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണിയിൽ പറഞ്ഞത്. സിറ്റി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. CPI ഓഫീസിലെ കർഷകന്റെ മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വൈക്കം തലയാഴത്ത് ആത്മഹത്യ ചെയ്ത കർഷകൻ ചെല്ലപ്പൻ പുളിക്കശ്ശേരിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടത്തിൽ മരണം ആത്മഹത്യ തന്നെയെന്നാണ് വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിൽ ദുരൂഹതകളൊന്നുമില്ല. ബാഹ്യ ഇടപെടലുകളോ ബലപ്രയോഗം നടന്ന സാധ്യതകളോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. ചെല്ലപ്പന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഇന്ന് രാവിലെയാണ് വൈക്കത്ത് CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. എടത്തലയിൽ 65 വയസ്സുകാരിയുടെ കണ്ണിൽ മുളകുപൊടി വിതറി മാല കവർന്നു. ആലുവ എടത്തല സ്വദേശിനിയായ സുമതിയാണ് ക്രൂര മോഷണത്തിന് ഇരയായത്. വീട്ടുമുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സുമതിയുടെ അടുത്തേക്ക് അപരിചിതനായ ഒരാളെത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ ഇയാൾ വയോധികയുടെ കണ്ണിലേക്ക് മുളകുപൊടി തെളിക്കുകയായിരുന്നു. തുടർന്ന് അവർ തളർന്നു വീണപ്പോൾ മാല പൊട്ടിച്ചെടുത്ത് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സുമതിയുടെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. കണ്ണിൽ മുളകുപൊടി വീണതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ട സുമതിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി.